പല രീതിയിലുള്ള മീൻ പൊരിച്ചത് ഈ ചാനലിൽ തന്നെ നമ്മൾ അവതരിപ്പിക്കും. വ്യത്യസ്തമായ വേറൊരു മീൻ പൊരിച്ചതാണ്. മീനിലേക്ക് ഞാൻ അരപ്പ് പുരട്ടാനുള്ള അരപ്പ് ഒഴിക്കുന്നു. ഒരു 4-5 വെളുത്തുള്ളി, 2 തരം ജീരകം, 3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 സ്പൂണോളം മുളക് പൊടി, ഒരു 1/2 സ്പൂൺ ഗരം മസാല, 3/4 സ്പൂണോളം ഉപ്പ്, ഒരു തണ്ട് വേപ്പില, 1/2 സ്പൂണോളം മല്ലി. ഇത്രയുമാണ് ഇതിനകത്തുള്ളത്. അരപ്പ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു. വെള്ളം ചേർക്കാതെ അരച്ചതാണ്. കുറച്ചൊരു കുഴമ്പ് രൂപത്തിലായിരിക്കും ഉണ്ടാകുക. അത് അരച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ഇപ്പം സോസ് ഒഴിക്കും. ഒരു 1/2 സ്പൂണോളം സോയാ സോസ്, 1/2 സ്പൂൺ ചില്ലി സോസ്, 1/2 സ്പൂൺ ടൊമാറ്റോ സോസ്, 1/4 സ്പൂണോളം വിനാഗിരി, കുറച്ച് പഞ്ചസാര, അതായത് ഒരു നുള്ള് പഞ്ചസാര. ഇത്രയും സാധനങ്ങളാണ് ഈ സോസിലുള്ളത്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മീൻ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 1/2-3/4 മണിക്കൂറോളം ഇതൊന്ന് പിടിക്കാൻ വേണ്ടി വെക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇതിന് മുകളിൽ പിടിക്കണം. ഈ സോസ് പഞ്ചസാര ഇടുന്നത് എന്തിനാണ്? പഞ്ചസാര മധുരിക്കില്ലേ മീൻ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. ഇത് മധുരിക്കില്ല. ഈ പഞ്ചസാര ഇടുന്നതിനുകൊണ്ട് വേറൊരു ഉദ്ദേശമുണ്ട്. പഞ്ചസാര ഇതിലേക്ക് ഇടുമ്പോൾ ഈ സോസിലുള്ള ഉപ്പും സാധനങ്ങളും ഒന്ന് ബാലൻസ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇതിനകത്തേക്ക് ഒന്ന് ഉള്ളിടുന്നത്. കൂടുതൽ പഞ്ചസാര ഇടേണ്ട, അപ്പോഴാണ് മധുരിക്കുക. ഇപ്പം ആ സോസിൻ്റെ ആ ഒരു 3 സോസും കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റ് വേണം. അതൊന്ന് ബാലൻസ് ചെയ്യുക. അതുപോലെ ഇതിലൂടെ ഉപ്പൊന്ന് ബാലൻസ് ചെയ്യുക, പുളി ബാലൻസ് ചെയ്യുക. ഇതൊക്കെയാണ് ആ പഞ്ചസാര ചെയ്യുക. അല്ലാതെ അതിൽ മധുരം ഉണ്ടാവില്ല. ഇത് പുരട്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ വയ്ക്കുക. അതിനുശേഷം വറുത്തിടുക. ഇപ്പോൾ നമ്മൾ മീൻ പൊരിക്കാൻ പോവാണ്. ഒരു ഗ്രിൽ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞു. അതിലേക്ക് ബട്ടറിലാണ് നമ്മൾ പൊരിക്കുന്നത്. ഞാൻ കുറച്ച് നേരത്തെ മുമ്പ് മീൻ വറുത്ത സമയത്ത് പറഞ്ഞു ബട്ടറും മീനും അസാമാന്യ കോമ്പിനേഷനാണ്. നിങ്ങൾ വറുക്കുന്നുണ്ടെങ്കിൽ ബട്ടറിലൊന്ന് വറുത്ത് നോക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ഇത് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ പുരട്ടി വെച്ചിട്ടുള്ള മീനുകൾ ഓരോ കഷ്ണമായിട്ട് നമ്മളിടുക. കുറച്ച് മാവ് ബാക്കിയുണ്ട്. അത് അവസാനം ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നതായിരിക്കും. ബട്ടറെല്ലാം ആദ്യമാക്കുക. ആദ്യത്തെ 2 മിനിറ്റ് തീ കൂട്ടി വെച്ച് ചെയ്യുക. പിന്നെ അതിനുശേഷം തീ കുറയ്ക്കുക. നമ്മളൊന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വേപ്പില, വെറുതെ വെത്തരയാൽ മതി. ഇത് ഒന്നും ചെയ്യണ്ട. അതിലേക്ക് ഈ ബാക്കി വന്ന മസാലയും ഇതിനകത്തേക്ക് ഇടാം. ഈ ബാക്കി വന്ന മസാല മാത്രം ഒന്ന് ഇളക്കുക. ഒരു 2-3 മിനിറ്റ് നേരം അത് വേഗം ഒന്ന് ഇളക്കുക.
നന്നായിട്ട് വെണ്ണയും ആ മീനിൻ്റെ ഇത് ആ മാവും കൂടി അതൊന്ന് ഫിക്സ് ആയിക്കോളും. വീണ്ടും ഒരു 3-4 മിനിറ്റ് വേവിക്കുന്നത്. ഇത്രയാണ് മീൻ വറുത്ത്. മീൻ വറുത്തപ്പോൾ അടിപൊളി. അത് നമ്മളൊരു പാത്രത്തിലൊക്കെ മാറ്റാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ അരപ്പ് രണ്ടാമത് ഇതിലേക്ക് ഇടുന്ന സമയത്ത് അതൊരിക്കലും കരിഞ്ഞു പിടിക്കാതെ നോക്കേണ്ടത് നിങ്ങളാണ്. അത് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കരിഞ്ഞു പിടിക്കില്ല. ചെറുതായിട്ട് നിങ്ങൾ ഒരു ഡ്രൈ ആയിട്ടുള്ള അവസ്ഥയ്ക്ക് എത്തുള്ളൂ. ഇത് കരിഞ്ഞതല്ല, പകരം ഡ്രൈ ആയിട്ടുള്ളതാണ്. ഇത്രയുമാണ് നിങ്ങളൊരു സ്പെഷ്യൽ മീൻ വറുത്തതിൽ ചെയ്യേണ്ടതായിട്ടുള്ളൂ.